നമസ്കാരം. ചാലക്കുടിയിൽ 4 ദിവസത്തെ ആശങ്കകൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ പുനഃസ്ഥാപിച്ചു. നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും വലിയ പ്രതിഷേധം വന്നതോടെയാണ് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ പൈപ്പുകൾ നന്നാക്കിയത്. പട്ടണത്തിന്റെ പ്രധാന ഭാഗങ്ങളായ ഗവൺമെന്റ് ആശുപത്രി, ചേനത്തുനാട്, പോട്ട, കൂടപ്പുഴ, വെട്ടുകടവ് ഭാഗങ്ങളിലാണ് ജലവിതരണം 4 ദിവസമായി മുടങ്ങിയത്. ഓരോ വാർത്തയിലേക്കും നമുക്ക് പോകാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ നോക്കാം. തൃശൂരിൽ കലാപൂരത്തിന് തിരിതെളിഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മലക്കപ്പാറയിൽ മേയാൻ വിട്ട പശുവിനെ പുലി പിടിച്ചു. റോപ്പാമട്ടം മഹേന്ദ്രന്റെ വളർത്തു പശുവിനെയാണ് പുലി പിടിച്ചത്. മാളയിൽ കോൺഗ്രസ് BJP വോട്ട് കച്ചവടം ആരോപിച്ച് LDF പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. CPIM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പൂരനഗരിയായ തൃശൂരിൽ കലാപൂരത്തിന് തിരിതെളിഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 5 നാൾ നീണ്ടു നിൽക്കുന്ന കൗമാര കലാസംഗമത്തിൽ 25 വേദികളിലായി 15,000-ഓളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. രാവിലെ 9-ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് പതാക ഉയർത്തിയതോടെ കലോത്സവത്തിന് ഔദ്യോഗിക തുടക്കമായി. മേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 10-ന് തേക്കിൻകാട് മൈതാനിലെ എക്സിബിഷൻ ഗ്രൗണ്ടിലുള്ള പ്രധാന വേദിയിൽ നിർവഹിച്ചു. കലയെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുതെന്നും ആനന്ദാനുഭവം സൃഷ്ടിക്കാൻ മാത്രമല്ല കലയുടെ ധർമ്മമെന്നും പൊള്ളിക്കുന്ന ജീവിതാനുഭവങ്ങളിലേക്കുള്ള ഞെട്ടിച്ചുണർത്തൽ നടത്തുന്നത് കൂടിയാവണം കലയെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കലയെ മതത്തിന്റെ കണ്ണിയിലൊതുക്കാൻ ശ്രമിക്കുന്നവർ ഇക്കാലത്തുണ്ട്. ഇത്തരം തിട്ടൂരങ്ങൾ കാറ്റിൽ പറത്തി ജാതിയും മതവും നോക്കാതെ കലകൾ അവതരിപ്പിക്കണം. മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ ഛിദ്ര ആശയങ്ങളെയും തള്ളിക്കളയുന്ന കലയെ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കണം. മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കുന്ന ആശയങ്ങളെ തള്ളണം. മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന കലയെ ചേർത്ത് പിടിക്കണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കഥകളി സംഗീതജ്ഞൻ ഹൈദരാലിക്കുണ്ടായ അനുഭവങ്ങൾ വേദിയിൽ എടുത്തു പറഞ്ഞ മുഖ്യമന്ത്രി ഓരോ കാലത്തും മികച്ച കലാകാരന്മാരായിട്ടും ജാതീയത വിലക്കിയ കലാകാരന്മാർ ഉണ്ടായിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. കലാകാരന്മാരെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുത്. കലയാണ് അവരുടെ മതം. തന്റേതല്ലാത്ത കാരണത്താൽ മറ്റൊരു മതത്തിൽ ജനിച്ചുപോയതുകൊണ്ട് വിലക്ക് ഏർപ്പെടുത്തുന്നത് ജനാധിപത്യ സമൂഹത്തിൽ ഉചിതമല്ല. സിനിമയിൽ ഏറ്റവും കൂടുതൽ മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിച്ചത് P. ഭാസ്കരനും ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ അവതരിപ്പിച്ചത് വയലാറുമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആനന്ദാനുഭവം സൃഷ്ടിക്കൽ മാത്രമല്ല കലയുടെ ധർമ്മം. പൊള്ളിക്കുന്ന ജീവിതാനുഭവങ്ങളിലേക്ക് ഞെട്ടിച്ചുണർത്തൽ കൂടിയാവണം കലയുടെ ധർമ്മം. സാമൂഹ്യ വ്യവസ്ഥിതി പൊളിച്ചെഴുതുന്നതിൽ കല വഹിച്ചിട്ടുള്ള പങ്ക് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. ആദിമകാലം മുതൽ മനുഷ്യർ കലാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് മത്സരത്തിനോ സമ്മാനത്തിനോ വേണ്ടിയായിരുന്നില്ല. ഉള്ളിലെ കഴിവ് സ്വയം അറിയാതെ ആവിഷ്കരിക്കുകയായിരുന്നു. അങ്ങനെയാണ് പ്രാചീന ഗുഹാചിത്രങ്ങളുണ്ടായത്. നാടൻ പാട്ടുകളും നാടൻ കലകളും ഉണ്ടായത്. അവതാരകരും പ്രേക്ഷകരും എന്ന വേർതിരിവ് അന്നുണ്ടായിരുന്നില്ല. എല്ലാവരും എല്ലാത്തിലും പങ്കാളികളായിരുന്നു. ഒരു കാലത്ത് പല കലകളും ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ ഉള്ളിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്നു. ജാതി ജന്മി നാടുവാഴിത്ത കാലത്ത് ആളുകൾ വ്യത്യസ്ത കൂട്ടങ്ങളായാണ് ജീവിച്ചിരുന്നത്. ആ ജാതിക്കാരുമായോ മറ്റ് ജാതിക്കാരുമായോ മതക്കാരുമായോ അവർ ഇടകലർന്നിരുന്നില്ല. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അവരെ അകറ്റിയിരുന്നു. തമ്മിൽ അകറ്റുന്ന നിലയുണ്ടായിരുന്നു.
അതുകൊണ്ട് കലകളും അതത് സമുദായങ്ങളിൽ ഒതുങ്ങി. ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ മന്ത്രി കെ രാജൻ, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ കെ വാസുകി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദു, റോഷി അഗസ്റ്റിൻ, കെ കൃഷ്ണൻകുട്ടി, എ കെ ശശീന്ദ്രൻ, കെ എൻ ബാലഗോപാൽ, പി രാജീവ്, പി എ മുഹമ്മദ് റിയാസ്, സജി ചിറിയൻ, ജെ ചിഞ്ചുറാണി, നടി റിയ ഷിബു എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടി മലക്കപ്പാറയിൽ മേയാൻ വിട്ട പശുവിനെ പുലി പിടിച്ചു. റോപ്പാമട്ടം മഹേന്ദ്രന്റെ വളർത്തു പശുവിനെയാണ് പുലി പിടിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. റോപ്പാമട്ടം പള്ളിക്ക് സമീപം ജനവാസ മേഖലയ്ക്കടുത്ത പറമ്പിലായിരുന്നു സംഭവം. മാളയിൽ കോൺഗ്രസ് BJP വോട്ട് കച്ചവടം ആരോപിച്ച് LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. CPIM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുക്കപ്പെട്ടത് മുന്നണിയുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷന് സത്യവാങ്മൂലം കൊടുത്ത് ഏത് മുന്നണിയാണ്, ഏത് രാഷ്ട്രീയ ബന്ധമാണ് എല്ലാം എഴുതി കൊടുത്തിട്ടാണ് മത്സരിക്കുന്നത്. ആ മത്സരിച്ച് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ നില സ്വീകരിച്ചു. ചില ആളുകൾ ഞങ്ങളുടെ ചില പഞ്ചായത്ത് മെമ്പർ സ്വാധീനിക്കാൻ ശ്രമിച്ച ശക്തി അധികാരം നഷ്ടപ്പെട്ടു പോയ കോൺഗ്രസ് ആണ്, UDF ആണ്. വലിയ പറമ്പിലെ പ്രധാനപ്പെട്ട കോൺട്രാക്ടറും തിരുവല്ലശ്ശേരി ബാങ്കിന്റെ പ്രസിഡന്റും ഞങ്ങളുടെ ഒരു മെമ്പറോട് പറഞ്ഞു, വീട് പണിഞ്ഞു തരാം. എന്തേരാ? വീട് തരാം. ഈ വീട്ടിൽ നിന്ന് മാറിയാൽ മതി പറഞ്ഞു. 2 ലക്ഷം രൂപ തരാം. ഇതെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ ഒരു മെമ്പറെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മെമ്പറെ സ്വാധീനിക്കാൻ ശ്രമിച്ച ശക്തികളാണ് വലതുപക്ഷം. CPI നേതാവ് ബൈജു മണ്ണന്തറ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ, അഡ്വക്കേറ്റ് അരുൺ മേനോൻ, ബിനിൽ പ്രതാപൻ, ക്ലിഫി കളപ്പറമ്പിൽ, PK രാധാകൃഷ്ണൻ, CPIM മാള ലോക്കൽ സെക്രട്ടറി PP കൃഷ്ണകുമാർ, സന്തോഷ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലിയോടനുബന്ധിച്ച് ആനച്ചമയ പ്രദർശനം ആരംഭിച്ചു. 9 ആനകളുടെ എഴുന്നള്ളിപ്പിന് ആവശ്യമായ നെറ്റിപ്പട്ടം, ആലവട്ടം, വെഞ്ചാമരം, പട്ടുകുടകൾ, പള്ളമണി, കഴുത്തിലെ മണി, പാദസ്വരം, കോലം തുടങ്ങി എല്ലാ ചമയങ്ങളും പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ചമയ പ്രദർശനം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ KP അജയൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, മാനേജർ K വിനോദ്, കോവിലകം പ്രതിനിധി സുരേന്ദ്രവർമ്മ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് KK ഭരതൻ, സെക്രട്ടറി V സന്തോഷ് എന്നിവർ പങ്കെടുത്തു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, കേന്ദ്ര BJP സർക്കാരിന്റെ തൊഴിലാളി കർഷകദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CITU കോർഡിനേഷൻ ചാലക്കുടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉപരോധം സംഘടിപ്പിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഈ സമരം, ധർണ, സത്യാഗ്രഹം നടക്കുക. അതിൽ പ്രധാനമായും തൊഴിലാളികൾ ഉന്നയിക്കുന്ന ട്രേഡ് യൂണിയൻ സംഘടനകൾ CITU മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം കേന്ദ്ര സർക്കാരിൻ്റെ, BJP സർക്കാരിൻ്റെ പരിഗണനയിലുള്ള ലേബർ കോഡുകൾ പിൻവലിക്കണം എന്നതാണ്. തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും എതിരായിട്ടുള്ള നിലപാടുകളിൽ നിന്ന്, നയസമീപനങ്ങളിൽ നിന്ന്, അതോടൊപ്പം നിയമനിർമ്മാണങ്ങളിൽ നിന്നെല്ലാം കേന്ദ്ര സർക്കാർ, BJP സർക്കാർ, മോഡി സർക്കാർ പിന്തിരിയണം എന്ന ആവശ്യം ഈ സമരത്തിന്റെ ഭാഗമായി മുന്നോട്ട് വെക്കുക. CITU ഏരിയ പ്രസിഡന്റ് KP തോമസ് അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ, PS സന്തോഷ്, PC ഉമേഷ് എന്നിവർ സംസാരിച്ചു.
പല വിഷയങ്ങൾ കൊണ്ടും മനസ്സ് അസ്വസ്ഥമാകുന്ന സാഹചര്യത്തിൽ അതിനെയെല്ലാം മറികടക്കാൻ മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ മേലടൂരിൽ മൈൻഡ് ഹീലിംഗ് കൗൺസിലിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. വ്യക്തികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായ എല്ലാ വിഷയങ്ങളിലും ആവശ്യമായ മാർഗദർശനം ഇവിടെ നൽകുന്നു. മേലടൂർ ഇൻഫന്റ് ജീസസ് ആശുപത്രിക്ക് സമീപം ആരംഭിച്ചിരിക്കുന്ന മൈൻഡ് ഹീലിംഗ് കൗൺസിലിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മേലടൂർ ഉണ്ണിമിശിക ദേവാലയ വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ നിർവഹിച്ചു. വളരെ പ്രത്യേകതയുള്ള കാലഘട്ടമാണെന്നറിയാം. ഒരു ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യർ പലരും അസ്വസ്ഥരാണ്. പല കാര്യങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനോ മറ്റു അവസരങ്ങളില്ലാത്തതുകൊണ്ട് അസ്വസ്ഥത അനുഭവിക്കുന്ന ഈ ലോകത്തിൽ പലർക്കും ആശ്വാസമായി തീരുന്ന ഒരു സ്ഥലമാണ് ഈ കൗൺസിലിംഗ് സെന്റർ. വിദഗ്ധമായ പഠനങ്ങൾക്ക് ശേഷം കൗൺസിലിംഗ് നടത്താനായിട്ട് റെഡിയായിക്കൊണ്ട് ഈ സ്ഥാപനം സജ്ജമാകുമ്പോൾ അനേകങ്ങൾ ഇവിടെ വരാനും മാനസികമായ സംഘർഷാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസവും അവരുടെ ജീവിതത്തിൽ സന്തോഷവും മാനസികമായ ആനന്ദവും ഉണ്ടാകാൻ തക്ക രീതിയിൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഇവിടെ വരുന്നവർക്ക് മാനസികമായും ആത്മീയമായും ആരോഗ്യം വീണ്ടെടുക്കാനും എല്ലാ തരത്തിലും സന്തോഷപ്രദമായ ജീവിതം നയിക്കാനും ഇടവരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇതിൻ്റെ കൗൺസിലിങ്ങിന് നേതൃത്വം നൽകുന്ന റോസ്മിയെയും മറ്റ് ഇതിനെ സഹായിക്കുന്ന എല്ലാവരെയും എല്ലാ നന്മകളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനത്തിന് എല്ലാ വിജയങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഈ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഫാദർ ജോജോ തൊടുപറമ്പിൽ, ഫാദർ ജിജോ വിജയത്തിൽ, സെൻട്രൽ കൗൺസിലർ റോസ്മി ഫ്രാൻസിസ്, നാട്ടുകാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കൗൺസിലിംഗ് ആൻഡ് തെറാപ്പി, സപ്പോർട്ട് ഗ്രൂപ്പ്സ്, ഫിസിയോളജിക്കൽ സർവീസ്, ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നിവയാണ് മൈൻഡ് ഹീലിംഗ് നൽകുന്ന സേവനങ്ങൾ. വ്യക്തികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായ എല്ലാ വിഷയങ്ങളിലും ആവശ്യമായ മാർഗദർശനം നൽകുന്നു. കുട്ടികളിലും മുതിർന്നവരിലും വർദ്ധിച്ചു വരുന്ന മാനസിക പിരിമുറുക്കം, സ്വഭാവ പെരുമാറ്റ വൈകല്യങ്ങൾ, പഠന പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ആത്മഹത്യാ പ്രവണത തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സെന്ററിൽ കൗൺസിലിംഗ് നൽകും. നമസ്കാരം. ഇന്ന് ഈ ഇങ്ങനെ ഒരു കൗൺസിലിംഗ് സെന്റർ എനിക്കിവിടെ ആരംഭിക്കാനായിട്ട് സഹായിച്ച, എന്നെ ശക്തിപ്പെടുത്തിയ, എനിക്ക് കരുത്താർന്ന എൻ്റെ ഉണ്ണീശോയ്ക്ക് 1000 നന്ദി. മൈൻഡ് ഹീലിംഗ് ദ മൈൻഡ്, മനസ്സിനെ സുഖപ്പെടുത്തുക എന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ മാനസിക രോഗത്തിനുള്ള ചികിത്സയല്ല, മറിച്ച് ജീവിതത്തിൽ പല പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒരു വ്യക്തി കടന്നുപോയേക്കാം. എന്നാൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വയം കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ നടത്തുന്ന ഒരു ഇടപെടലാണ് കൗൺസിലിംഗ്. ഇന്ന് ഈ സുന്ദര നിമിഷത്തിൽ ഈ മൈൻഡ് ഹീലിംഗ് കൗൺസിലിംഗ് സെന്റർ ആശീർവദിച്ച് അനുഗ്രഹിച്ച് ഉദ്ഘാടനം നിർവഹിച്ച ഞങ്ങളുടെ ഏറ്റവും സ്നേഹവും ബഹുമാനപ്പെട്ട ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ അച്ഛന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു.
ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ കലാപൂരത്തിന് തിരിതെളിഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മലക്കപ്പാറയിൽ മേയാൻ വിട്ട പശുവിനെ പുലി പിടിച്ചു. റോപ്പാമട്ടം മഹേന്ദ്രന്റെ വളർത്തു പശുവിനെയാണ് പുലി പിടിച്ചത്. മാളയിൽ കോൺഗ്രസ് ബി.ജെ.പി വോട്ട് കച്ചവടം ആരോപിച്ച് LDF പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. CPIM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.